Hello everyone, ഇത് നമ്പർ സിസ്റ്റത്തിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സം ആണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ചോദിക്കുക. അപ്പോൾ എന്താണ് 1 + 2 + 3 + 4 ആൻസർ എന്ത് വരും 10 വരും. ആദ്യത്തെ ഒരു 100 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്? ഇതിങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഇത് കാണാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുലയാണ് n × n + 1/2. അപ്പം ആദ്യത്തെ 100 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ചോദിച്ചാൽ n-ന് 100 ഇട്ട് കൊടുത്താൽ മതി. 100 × 100 + 1/2. ആൻസർ എന്താ വരുന്നത്? ഇത് 50 ആണ്. 50 × 101. ആൻസർ എന്താണ് വരുന്നത്? 5050. ഓക്കെ. ദ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം, അതായത് 2 + 4 + 6 + etc. + n, അത് കാണാനുള്ള ഫോർമുലയാണ് n × n + 1. ഇതുപോലെ ദ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. സമ്മിൻ്റെ ഫോർമുലയാണ് n². ഓക്കെ. നെക്സ്റ്റ് ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുലയാണ് n × n + 1 × 2n + 1 / 6. ഫോർമുല എന്താണ്? n × n + 1 × 2n + 1 / 6. ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. 1³ + 2³ + etc. അങ്ങനെ n³ വരെയുള്ള സമ്മിൻ്റെ ഫോർമുലയാണ് n × n + 1/2 2. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സം. നമ്മൾ 5 ഇക്വേഷൻസ് ആണ് ഇതുവരെ കണ്ടത്. ആദ്യം എന്താണ്? ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് n × n + 1/2. അടുത്തത് ദ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് n × n + 1. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെ 1 ആണ്. ഓക്കെ. പിന്നെന്താണ്? ദ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് n². അടുത്തതോ ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുലയാണ് n × n + 1 × 2n + 1/6. നെക്സ്റ്റ് ദ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സം എന്താണ്? n × n + 1/2 2. ഓക്കെ. ഫസ്റ്റ് പ്രോബ്ലം നോക്കിയേ. 1 + 2 + 3 + etc. 50. ഇത് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് n × n + 1/2. അപ്പം ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്താണ്? 50 × 50 + 1 51/2. ആൻസർ എന്താണ്? 25 × 51. ദാറ്റ് ഈസ് 1275. 1275 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി പാർട്ട് നോക്കി. 1² + 2² + 3² + etc. 12². ആദ്യത്തെ 12 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണിത്. ഫോർമുല എന്തായിരുന്നു? n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുലയാണ് n × n + 1 × 2n + 1/6. ഇവിടെ n എന്താണ്? 12 ആണ്. ദാറ്റ് ഈസ് 12 × 12 + 1 13. 13. പിന്നെന്താണ്? 2n + 1 2 × n 24 25. 25/6. ആൻസർ എന്താ വരുന്നത്? 50 × 13. 13 × 5 65. 650 ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 650. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1³ + 2³ + 3³ + etc. + 10³. ഇത് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മാണ് അല്ലേ? അപ്പം ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സം കാണാനുള്ള ഫോർമുലയാണ് n × n + 1/2 2. ഇവിടെ n എന്താണ്? 10 ആണ്. സോ 10 × 10 + 1 11/2 2 അല്ലേ? 10/2 5. 5 × 11 55. അപ്പോൾ 55² ആണ് ആൻസർ. 55² എന്താണ്? 3025.
സി പാർട്ടിൻ്റെ ആൻസർ ആണ് 3025. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 100. 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ 5 ഓഡ് നമ്പേഴ്സും 5 ഈവൻ നമ്പേഴ്സും ആയിരിക്കും ഉള്ളത്. അതായത് 10 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ അവിടെ 5 ഓഡ് നമ്പേഴ്സ്, 5 ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ അവിടെ 50 ഓഡ് നമ്പേഴ്സ്, 50 ഈവൻ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 100. 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സം. 100 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 50 ഈവൻ നമ്പേഴ്സ് ആണ് ഉള്ളത്. അതായത് 2 + 4 + എക്സെട്ര + 100 ആണ് ക്വസ്റ്റ്യൻ. എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുലയാണ് n × n+1. ആദ്യത്തെ 50 ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുലയാണ് 50 × 50 + 1 51. ആൻസർ 2550. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ബിലോ 100. ഇപ്പോൾ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എടുത്താൽ അവിടെ 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സും ആണ് അല്ലേ? ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ബിലോ 100. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോഴാണ് അവിടെ 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സും. ബിലോ 100 എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ 100 എന്നുള്ളൊരു നമ്പർ വേണ്ട. അപ്പോൾ 1 മുതൽ 98 വരെ എത്ര ഈവൻ നമ്പേഴ്സ്, എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 98 വരെ 49 ഓഡ് നമ്പേഴ്സ് ആൻഡ് 49 ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് 49 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണേണ്ടത്. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്താണ്? n × n+1. ഫസ്റ്റ് 49 ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്താണ്? 49 × 49 + 1 49 × 50. ആൻസർ എന്താണ്? 2450. ഓപ്ഷൻ ബി. ഫൈൻഡ് ദി സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 100. 100 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. 100 വരെ 50 ഓഡ് നമ്പറും 50 ഈവൻ നമ്പറും ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല n² ആണ്. ഫസ്റ്റ് 50 ഓഡ് നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല 50². 50 × 50 എത്ര വരും? 2500. 2500. ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 58 ആൻഡ് 68. 58നും 68നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അവരുടെ സം ആണ് ക്വസ്റ്റ്യൻ. ഇത് കാണാൻ പ്രത്യേകിച്ച് ഫോർമുലയൊന്നുമില്ല. 58നും 68നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം ആ നമ്പർ മാത്രമേ ഫാക്ടറായിട്ട് വരാൻ പാടുള്ളൂ. ഈവൻ നമ്പേഴ്സ് എല്ലാം നമുക്ക് കളയാമല്ലോ. 2 എല്ലാം അതിൻ്റെ ഫാക്ടറായിട്ട് വരും. ദെൻ 63 7 × 9 ആണ്. അപ്പോൾ 7ഉം 9ഉം എല്ലാം ഇതിൻ്റെ ഫാക്ടറാണ്. 65 5 ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ദെൻ ബാക്കി വന്നത് 59 61 67. ഇവരുടെ സം കാണാനാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 59 + 61 + 67. 10 + 7 17 187 is the answer. Option C.